പാചകവാതക വില വർദ്ധിപ്പിച്ച കാര്യം അറിഞ്ഞല്ലോ. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വില 195 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഡൽഹിയിൽ വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടറിന്റെ പുതിയ വില 2078 രൂപ 50 പൈസയായി. 5 കിലോ സിലിണ്ടറിനും 51 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. വ്യോമയാന ഇന്ധന വിലയും ഇരട്ടിയിലേറെ വർദ്ധിച്ചു. നിലവിൽ 2,73,041 രൂപയാണ് ഡൽഹിയിൽ 1 കിലോ ലിറ്റർ ATFന്റെ വില. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ LPG ഇറക്കുമതി പകുതിയായി കുറഞ്ഞു. കേരളത്തിലെ LPG ക്ഷാമം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഹോട്ടലുകളെയാണ്. വിശദാംശങ്ങൾ വിഷ്ണു പ്രസാദും ഇന്ദുലേഖയും നൽകും. ആദ്യം വിഷ്ണു പ്രസാദിലേക്ക്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ വ്യോമയാന ഇന്ധനത്തിന്റെ വിലയടക്കം വർദ്ധിച്ചു. പക്ഷേ സാധാരണക്കാരനെ ബാധിക്കുന്നത് വ്യോമയാന ഇന്ധനത്തിന്റെ വിലയല്ല, പകരം ഗ്യാസിന്റെ വിലയാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില 195 രൂപ 50 പൈസ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അതൊരു ഇടുത്തി പോലെ തലയിലേക്ക് വീഴുന്ന കാര്യമാണ്. അതിനനുസരിച്ച് മറ്റു പല കാര്യങ്ങൾക്കും ഇനി അങ്ങോട്ട് വില കൂടും. ഹോട്ടൽ നടത്തിപ്പുകാർക്ക് ഇത് താങ്ങാനാവാതെ വരുമ്പോൾ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ വിലയും കൂടും. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ അകന്ന് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടാവും. വിഷ്ണുവിനൊക്കെ പ്രത്യേകിച്ചും അല്ലേ? മോത്തി, എന്തായാലും ഒരു ഗുഡ് മോർണിംഗ് പറയാനുള്ള മാനസികാവസ്ഥ തോന്നുന്നില്ല. കാരണം പുതിയ കണക്കുകൾ പ്രകാരം 2 ലക്ഷം രൂപയിലേക്ക് വിമാന ഇന്ധന വില എത്തിയത് ചെറിയ കാര്യമല്ല. കാരണം 93,000 രൂപയായിരുന്നു മാർച്ച് 1 പുതുക്കിയ വിലപ്രകാരം ATF ഫ്യൂവലിനുണ്ടായിരുന്നത്. ആ ഫ്യൂവലിന്റെ റേറ്റാണ് ഇപ്പോൾ 115% വർദ്ധിച്ച് 2 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിമാനയാത്രയൊന്നും അത്ര ആവശ്യമായി വരാത്തവർക്ക് മാത്രമല്ല ഇത് ബാധിക്കുന്നത്. കാരണം അന്താരാഷ്ട്ര ചരക്ക് ഗതാഗതം ഉൾപ്പെടെയുള്ളതിൽ വ്യോമമാർഗമുള്ള ചരക്ക് ഗതാഗതം എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതെല്ലാം ബാധിക്കപ്പെടും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാചകവാതകത്തിന്റെ വിലയും ഇന്നിപ്പോൾ കൂടിയിരിക്കുകയാണ്. അങ്ങനെ 2000-ന് മുകളിലേക്ക് വാണിജ്യാവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില, LPG സിലിണ്ടറിന്റെ വില എത്തിയിരിക്കുന്നു. ഇപ്രാവശ്യം എന്തായാലും ഗാർഹിക ആവശ്യത്തിനുള്ള ഡൊമസ്റ്റിക് LPG സിലിണ്ടറിന്റെ വില കൂടിയിട്ടില്ല. പക്ഷെ കഴിഞ്ഞ മാർച്ചിൽ ഇത് വർദ്ധിച്ചിരുന്നു. മാർച്ച് 7-ാം തീയതിയായിരുന്നു ആ ഒരു വർധനമുണ്ടായിരുന്നത്. അതിനുശേഷം എന്തായാലും ഈ മാസവും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ എപ്പോഴെന്ന് സംബന്ധിച്ച് ഇപ്പോൾ വ്യക്തതയില്ല. അതുകൂടാതെ കേന്ദ്ര സർക്കാർ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാഗ്ദാനം നൽകിയത് ഈ സിലിണ്ടറുകൾ ബുക്ക് ചെയ്താൽ കിട്ടാത്ത താമസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട് എങ്കിൽ നമുക്ക് ആശ്രയിക്കാവുന്ന മറ്റൊന്നാണ് ഈ ചെറിയ സിലിണ്ടറുകൾ. 5 കിലോഗ്രാം ഭാരമുള്ള സിലിണ്ടറുകൾ ഈ പെട്രോൾ പമ്പുകളോട് ചേർന്ന ഏജൻസികൾ വഴിയാണ് ഈ പെട്രോളിയം കമ്പനികൾ നൽകിക്കൊണ്ടിരുന്നിരുന്നത്. ആ ഗ്യാസ് സിലിണ്ടറിനും ഇപ്പോൾ വില വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആ സിലിണ്ടറിനും ഇപ്പോൾ ഏകദേശം 50 രൂപയോളം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ മേഖലയെ വലിയ തോതിൽ ഈ യുദ്ധം ബാധിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കണക്കുകൾ. കഴിഞ്ഞ മാസത്തെ പെട്രോളിയം ഇറക്കുമതിയുടെ, പ്രത്യേകിച്ച് LPG ഇറക്കുമതിയുടെ കണക്കുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ വർഷം ആദ്യം ജനുവരിയിൽ 22 ലക്ഷം മെട്രിക് ടൺ LPG ആണ് ഇറക്കുമതി ചെയ്തിരുന്നത് എങ്കിൽ മാർച്ചിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ട ഈ ഒരു കഴിഞ്ഞ മാസത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്ത് ഇതിന്റെ നേർ പകുതിയാണ്. 11 ലക്ഷം മെട്രിക് ടൺ മാത്രമാണ് ഇന്ത്യക്ക് ഇറക്കുമതി ചെയ്യാൻ സാധിച്ചത്. നമുക്കറിയാവുന്നതുപോലെ നമ്മളുടെ ആവശ്യത്തിനുള്ള LPGയുടെ 90% നമ്മൾ ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ പകുതിയോളം ഉണ്ടായിട്ടുള്ള ഇടിവ് ഏത് വിധത്തിൽ രാജ്യത്തെ LPG വിതരണത്തെ ബാധിച്ചിട്ടുണ്ടാകുമെന്നത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാകും. കേവലം ഇത് ഒരു ഇറക്കുമതിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല. കാരണം രാജ്യത്ത് ഇന്ധനക്ഷാമമില്ല, LPG ക്ഷാമമില്ല എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ ഗ്യാസ് ഏജൻസികൾക്ക് മുൻപിൽ ദിവസങ്ങൾ നീളുന്ന ക്യൂ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടതാണ്. എന്നാൽ ബുക്കിംഗ് ശക്തമാക്കിയിട്ടുണ്ട്, എല്ലാവർക്കും വിതരണം ഉറപ്പാക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും ഇത്തരത്തിൽ വലിയ ക്ഷാമമുണ്ട് എന്ന് തന്നെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ കണക്കുകൾ ചെയ്യുന്നത്. മാത്രവുമല്ല, ആവശ്യമായി വരുന്ന ബുക്കിങ്ങിന്റെ 70% വരെ മാത്രമേ ഈ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറുകളുടെ വിതരണത്തിൽ കേന്ദ്ര സർക്കാരിന് ഇതുവരെ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അത് പൂർണ്ണ നിലയിലേക്ക് അല്ലെങ്കിൽ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാൻ കേന്ദ്ര സർക്കാരിന് ഇനിയും സമയം ഏറെ ആവശ്യമായി വരും. കൂടുതൽ കപ്പലുകൾ ഇന്ത്യയിലേക്ക് എത്തേണ്ടി വരും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കം സുഗമമാവേണ്ടി വരും. അങ്ങനെ ലോകത്തിന്റെ പശ്ചിമേഷ്യൻ ഭാഗത്ത് നടക്കുന്ന യുദ്ധം അത് ഇന്ത്യയെ ഇത്തരത്തിൽ ഊർജ്ജ മേഖലയിൽ കഴുത്ത് ഞെരിക്കുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്.